നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. അപ്പം കുറച്ച് ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്കൊക്കെ മാറി കിട്ടും. രാവിലെ ആകുമ്പോഴത്തേന് വെള്ളമൊക്കെ പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളത്തിനകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സിങ്കിനകത്തോട്ട്. അപ്പം അത് ബ്ലോക്കൊക്കെ അലിഞ്ഞു പോയിക്കോളും. അപ്പം ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം വെള്ളത്തിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടുവെള്ളത്തിനകത്തോട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കിഴങ്ങൊക്കെ ചീത്തയാകാതിരിക്കാനായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ വെളുത്തുള്ളി ചീത്തയായി പോകും. അതിനെന്താ ചെയ്യുമെന്നുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കിഴങ്ങ് ചീത്തയാകാതിരിക്കാൻ വേണ്ടി ഇട്ട വെളുത്തുള്ളി കണ്ടോ കുറേ നാളാകുമ്പോഴത്തേന് ഇതേപോലെ കേടായിട്ട് പിന്നെ ഒരു ഉപയോഗം ഇല്ലാതെ അങ്ങ് ചീത്തയായിപ്പോവും. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാം. അതുമാത്രമല്ല കിഴങ്ങിൽ കുറച്ച് വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഇതളായിട്ട് ഇളകി വരും. പിടികളിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പം എല്ലാം ഇതേപോലെ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കുക കണ്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് അരിക്കകത്ത് ഇത് ഇട്ട് വയ്ക്കുക. അങ്ങനെ ആകുമ്പോഴത്തേനും വെളുത്തുള്ളി നമുക്ക് കേടാകാതെ എത്ര നാൾ വേണേലും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് അരി ഇതേപോലെ പാത്രത്തിനകത്ത് എടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലികൾ അരിക്കകത്ത് ഇട്ട് കൊടുക്കുക. അപ്പം ആ വെളുത്തുള്ളി എത്ര നാളായാലും കേടാവില്ല. അതേപോലെ കിഴങ്ങ് കേടാകാതിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന വെളുത്തുള്ളി കുറേ നാളാകുമ്പോഴത്തേനും അത് ചീത്തയായിപ്പോവും. അപ്പം അത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള വെളുത്തുള്ളി ഇതേപോലെ ആക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും കേടാകാതെ ഇരിക്കാവുന്നതാണ്.